സ്വർഗീയപിതാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. വീണ്ടും ഒരു വിശുദ്ധ പകൽക്കാലം കൂടെ അവിടെ ഞങ്ങൾക്ക് ദാനമായിട്ട് തന്നു. കർത്താവേ, ഞങ്ങൾ കേൾക്കുന്ന വചനങ്ങൾ ഓരോന്നും പാഴായി പോകാതെ ഞങ്ങളുടെ ജീവിതത്തിലൊരു അനുഗ്രഹമായി മാറുവാൻ, ഞങ്ങളുടെ ജീവിതത്തിലൊരു രൂപാന്തരം സംഭവിക്കുവാൻ സ്വർഗസ്നായ ദൈവം സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ഈ സന്നിധിയിൽ ആയിരിക്കുമ്പോൾ അവിടെ നിങ്ങളുടെ ആവശ്യങ്ങളെയൊക്കെ അറിയുന്നവനായ ദൈവം, ഹല്ലേലൂയ, അവിടെ ഞങ്ങളുടെ കൂടെ ഇരിക്കുന്നവനായ ദൈവം കർത്താവേ, ഇന്നയോളം ഞങ്ങളെ നടത്തിയ ദൈവം ഇനിയും നടത്തുവാൻ അങ്ങ് സർവ്വശക്തനായ ദൈവമാണെന്ന് ഞങ്ങൾ അറിയുന്നു. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. സർവ്വതും കാൽവറിയിൽ ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമായി മാറിയ ഇന്നും ജീവിക്കുന്ന മരണത്തെ ജയിച്ചവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണം സ്വർഗീയ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. നമുക്ക് ഈ ജോനയുടെ പുസ്തകത്തിൽ നിന്ന് ഒരു കാര്യം പറയുവാനാണ് ഞാൻ ഇന്ന് വളരെ ഷോർട്ടായിട്ട് പറയുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ജോന 4:10-11. യോന 4:10-11. അതിന് യഹോവ, നീ അധ്വാനിക്കുകയോ വളർത്തുകയോ ചെയ്യാതെ ഒരു രാത്രിയിൽ ഉണ്ടായി വരികയും ഒരു രാത്രിയിൽ നശിച്ചു പോവുകയും ചെയ്തിരിക്കുന്ന ആവണക്കിനെക്കുറിച്ച് നിനക്ക് അയ്യോഭാവം തോന്നുന്നുവല്ലോ. എന്നാൽ വലങ്കയും ഇടങ്കയും തമ്മിൽ തിരിച്ചറിഞ്ഞുകൂടാത്ത 1,20,000 ചില്വാനം മനുഷ്യരും അനേകം മൃഗങ്ങളുമുള്ള മഹാനഗരമായ നിനവയോട് എനിക്ക് അയ്യോഭാവം തോന്നരുതോ എന്ന് ചോദിച്ചു. ഹല്ലേലൂയ. ഇത് കേൾക്കുമ്പോഴേ കർത്താവ് ഇന്നും നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ആവണക്കിൻ്റെ ആ കംഫർട്ട് സോണിൽ നിന്ന് ഈ ലോകത്തിലെ അനേക ആത്മാക്കളുടെ രക്ഷയാണോ നിൻ്റെ കൺസേൺ? ദൈവം നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണ്. ജോനയുടെ സ്റ്റോറി സൺഡേ സ്കൂൾ മുതൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ജോനയുടെ സ്റ്റോറി പറയുവാനല്ല ഞാൻ നിൽക്കുന്നത്. ജോനയുടെ സ്റ്റോറിയിൽ നിന്ന് ദൈവം യോനയിൽ കൂടെ നമ്മെ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. യോന പ്രവാചകൻ നമുക്കറിയാം, ഇസ്രായേലിൽ വളരെ കംഫർട്ട് സോണിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു, ഒരു യഹൂദനായിരുന്നു. ഈ യോന പ്രവാചകൻ അനേകരോട് പ്രവചിച്ച ചില ചരിത്രം പറയുന്നത് അദ്ദേഹം ഒരു പ്രോസ്പെരിറ്റി പ്രവാചകനായിരുന്നു എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം വളരെ കംഫർട്ട് സോണിൽ ശുശ്രൂഷ നടത്തിക്കൊണ്ട് ഇസ്രായേലിലെങ്ങും നിൽക്കുമ്പോൾ ദൈവം യോനയോട് ആവശ്യപ്പെടുകയാണ്, നീ നിനവയിലേക്ക് പോയി ആ നിനവയിലെ പാപം എൻ്റെ മുന്നിലെത്തിയിരിക്കുന്നു, അതുകൊണ്ട് നിനവയോട് നീ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നീ നിനവയെ ദൈവം നശിപ്പിക്കും എന്ന് പറയണമെന്ന് ദൈവം ആവശ്യപ്പെട്ടു. യോന ഒരു യഹൂദനായിരുന്നു. യഹൂദൻ്റെ ഒരു പ്രത്യേകത, യഹൂദൻ വിചാരിക്കുന്നത് ദൈവം യഹൂദന് മാത്രമാണുള്ളതെന്നാണ്. ദൈവം യഹൂദന് വേണ്ടി മാത്രമുള്ള ആളാണ് എന്നാണ്, അല്ലെ ദൈവമാണ് എന്നാണ് യഹൂദൻ്റെ. അപ്പോൾ ലോകത്തിലുള്ള ഒരാളെയും രക്ഷയ്ക്കല്ല, യഹൂദൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ദൈവം ആയിരിക്കുന്നതാണ് യഹൂദൻ. അവരുടെ ചരിത്രത്തിൽ അവരങ്ങനെയാണ് തലമുറകളെയൊക്കെ പഠിപ്പിക്കുന്നത്. ഒരു യഹൂദ വിശ്വാസിയോട് യഹൂദനോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ചരിത്രം എന്താണെന്ന് ചോദിച്ചാൽ അവരൊറ്റ വാചകത്തിലല്ല നിർത്തുന്നത്. അവരാളിനെ അവിടെ പിടിച്ചിരുത്തി അബ്രഹാം മുതൽ യാക്കോബ് മുതൽ ദൈവം യാക്കോബിന് ഇസ്രായേൽ എന്ന പേര് നൽകിയ അവിടം മുതലുള്ള ചരിത്രം ഇങ്ങോട്ട് അവർ തലമുറകളെ പഠിപ്പിക്കും. ഇത് പഠിപ്പിച്ച് ആയിരിക്കുന്ന ഒരു ഫനാറ്റിക് ആളുകളായിട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ യുദ്ധത്തിൽ ഇസ്രായേലിലെ ചില വ്യക്തികൾ, യഹൂദന്മാർ അമേരിക്കയിലെ IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. യുദ്ധം വളരെയധികം ക്ലൈമാക്സിലെത്തുമ്പോൾ അവരൊക്കെ അവിടുന്ന് തിരിച്ച് തങ്ങളുടെ യഹൂദനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, തങ്ങളുടെ രാജ്യത്തിന് വേണ്ടി നിലനിൽക്കണമെന്ന് കൊണ്ട് അവിടുന്ന് തിരികെ വന്ന് ആ യുദ്ധത്തിൽ പങ്കാളികളായിട്ട് മാറി. അപ്പം ദൈവം യഹൂദന് എന്നുള്ളതാണ് അവരുടെ ഒരു കോൺസെപ്റ്റ്. അപ്പോൾ യോനയിൽ കൂടെ ദൈവം അത് വെളിപ്പെടുത്തുകയാണ്. ദൈവം യഹൂദന് മാത്രമല്ല, സർവ്വജനത്തിനുമാണ് ദൈവം എന്നുള്ളത്. നിനവെ എന്ന് പറയുന്ന ദേശം, അസിറിയയുടെ തലസ്ഥാനമായ നിനവെ ഒരു 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 തുറമുഖ വിഴിഞ്ഞം പോലത്തെ ഒരു തുറമുഖ പട്ടണമാണ്. ഈ നിനവ യഥാർത്ഥത്തിൽ ഇസ്രായേലിലെ യഹൂദന്മാർക്ക് എതിരായ ഒരു പ്രദേശമാണ്.
അപ്പോൾ യഹൂദനെതിരായിട്ട് നിൽക്കുന്നവരോട് അവർക്ക് ഭയങ്കര വിരോധമെന്ന് വേണമെങ്കിൽ പറയാം. കാരണം യഹൂദനെ ആര് എതിർക്കുന്നുവോ അവരോട് അവർക്ക് ഒരു സന്ധിയുമില്ല. അപ്പോൾ യോനയ്ക്ക് ഇത് കേട്ടപ്പോൾ ദൈവത്തിൽ നിന്ന് വളരെ കംഫർട്ട് സോണിൽ ഇസ്രായേലിൽ ഇങ്ങനെ സുവിശേഷം പറഞ്ഞുകൊണ്ട് നടക്കുന്ന യോനയ്ക്ക് ഇത് കേട്ടപ്പോൾ ഒരു സന്തോഷമുണ്ടായി. കാരണം ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിനവയെ ദൈവം അങ്ങ് നശിപ്പിച്ച് കളഞ്ഞോളുമല്ലോ എന്നുള്ള സന്തോഷം. അപ്പോൾ യോനയുടെ കഥയിൽ നമുക്കറിയാം. യോന ഒരു അനുസരണക്കേട് കാണിച്ചു. യോന ആ നിനവയിലേക്ക് പോയില്ല. മറിച്ച് യോനയുടെ അനുസരണക്കേടിൻ്റെ കാരണം തന്നെ ഞാൻ അവിടെ പോയി ഇത് പ്രസംഗിച്ചില്ല എങ്കിൽ, കാരണം യോനയ്ക്കറിയാം ദൈവം കരുണാമയനായ ദൈവമാണ്. ഞാൻ പോയി പ്രസംഗിക്കും, നിങ്ങൾ മാനസാന്തരപ്പെട്ട് തിരികെ മടങ്ങി യഹോവയിലേക്ക് എത്തിയില്ല എങ്കിൽ ഈ നിനവെ ദേശം ഞാൻ നശിപ്പിക്കും എന്ന് ആ പറഞ്ഞ ദൈവം ഇത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ അവരവരുടെ പാപത്തിൽ തുടർന്നുകൊള്ളും. അങ്ങനെ നിനവെ ദേശം യഹൂദനോട് എതിർത്ത് നിൽക്കുന്ന ഈ നിനവെ ദേശം ദൈവം നശിപ്പിച്ച് കളയുമെന്നുള്ള ആ ഒരു സന്തോഷവും യോനയ്ക്കുണ്ട്. പക്ഷേ ഒരു സങ്കടവുമുണ്ട്. കാരണം തൻ്റെ കംഫോർട്ട്, യോന വലിയ ദൈവം പറയുന്ന മുഴുവൻ അനുസരിക്കുന്നൊരു വ്യക്തി തന്നെയാണ്. അത്രയും നാളും വളരെ പെർഫെക്റ്റായിട്ട് സുവിശേഷം അല്ലെങ്കിൽ ശുശ്രൂഷ നടത്തിക്കൊണ്ടിരുന്നൊരു വ്യക്തിയായിരുന്നു. പക്ഷേ ദൈവം ഇത് പറഞ്ഞപ്പോൾ എങ്ങനെയാണ് ഇവിടെ നിന്ന് തൻ്റെ ആ പൊസിഷനിൽ നിന്ന് വിട്ട് ഈ നിനവയിലേക്ക് പോകുന്നത് എങ്ങനെയാണ്? ബൈബിളിൽ ബറബാസ് എന്ന് പറയുന്ന ഒരാളിനെ പറ്റി നാം കേട്ടിട്ടുണ്ട്. യേശു കർത്താവിന് പകരമായിട്ട് ജയിലിൽ നിന്ന് റിലീസ് ചെയ്ത വ്യക്തിയായിരുന്നു ഈ ബറബാസ് ഒരുപാട് കുറ്റങ്ങളും കൊലപാതകങ്ങളും തീവയ്പും ഒക്കെ നടത്തിയെന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷെ ബറബാസിൻ്റെ ചരിത്രം പഠിക്കുമ്പോഴും ബറബാസ് ഇത് ചെയ്തത് മുഴുവനും, ബറബാസ് ഒരു യഹൂദനായിരുന്നു. യഹൂദനെ എതിർക്കുന്ന റോമൻ പടയാളികൾക്കെതിരെയാണ് ഈ ബറബാസ് യുദ്ധം ചെയ്തത്. അപ്പോൾ ബറബാസ് തൻ്റെ ജീവിതത്തിൽ ഈ കുറ്റങ്ങൾ മുഴുവൻ ചെയ്യുന്നത് തൻ്റെ രാജ്യത്തിന് വേണ്ടിയായിരുന്നു, അല്ലെ യഹൂദന്മാർക്ക് വേണ്ടിയായിരുന്നു ഇത് ചെയ്തത്. ഇത് റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ, ഈ ജയിലിൽ നിന്ന് റിലീസായി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഓടി യേശു കർത്താവിൻ്റെ ഗോൽഗോത്ത എന്ന ആ കാൽവറിയിലേക്ക് ചെല്ലുകയും അവിടെ ചെന്നപ്പോൾ അദ്ദേഹം കണ്ട, ഇതൊക്കെ ചരിത്രത്തിൽ ഇങ്ങനെ സൂചിപ്പിച്ച കാര്യങ്ങളാണ്, അദ്ദേഹം കണ്ട ഒരു കാര്യം, ഈ സെഞ്ചൂറിയൻ, ആ ശതാധിപൻ അവിടെ നിന്ന് പറയുകയാണ്, കാരണം കർത്താവിൻ്റെ ആ മരണത്തോടുകൂടി ലോകത്ത് ഭൂമി ഇരുണ്ടുപോയി, സൂര്യൻ തൻ്റെ ഇത് വെളിച്ചം നിർത്തി, ഭൂമി പിളർന്നു, പാറകൾ അട്ടഹസിച്ചു, അങ്ങനെ വലിയ സംഭവങ്ങൾ ലോകത്ത് ഉണ്ടായപ്പോൾ ഈ ശതാധിപൻ പറഞ്ഞു, യഥാർത്ഥത്തിൽ ഇവൻ ദൈവപുത്രനായിരുന്നു. ഹല്ലേലൂയ. ഈ വാർത്ത കേട്ട് ബറബാസ് കാണുന്ന കാഴ്ച, അവിടെ ബറബാസ് മുട്ടുകുത്തി തൻ്റെ ജീവിതകാലം മുഴുവൻ വീണ്ടും ഈ കർത്താവിന് വേണ്ടി ജീവിച്ചു എന്ന് ചില ചരിത്രങ്ങൾ പറയുന്നുണ്ട്, ഏഗനിസ്റ്റായിട്ടും പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഇവർ മുഴുവൻ യഹൂദന് വേണ്ടിയാണ് ദൈവം എന്നുള്ള വിശ്വാസത്തിലുള്ളവരായിരുന്നു. അങ്ങനെയാണ് ഇത് തന്നെയാണ് യോനയ്ക്കും ഉണ്ടായിരുന്ന ഒരു വ്യത്യാസം. യോന ഈ നിനവ യഹൂദന് എതിരായതുകൊണ്ട് ഈ നിനവയെ നശിപ്പിക്കുന്നതിൽ സന്തോഷിക്കുകയും എന്നാൽ തൻ്റെ കംഫോർട്ട് പൊസിഷനിൽ നിന്നും മാറുന്നതിൽ ദുഃഖിക്കുകയും ചെയ്തു. പക്ഷേ കഥകൾ, ആ സ്റ്റോറി നമുക്കറിയാം. വീണ്ടും യോന അവിടെ നിന്ന് പോയി, താൻ പോയി തൻ്റെ പ്രസംഗം കേട്ട് ഏതായാലും അവർ രക്ഷപ്പെടണ്ട എന്ന് കരുതി നേരെ വേറൊരു കപ്പലിൽ കയറി തർശീശിലേക്ക് പോയി. ചരിത്രമെല്ലാം നമുക്കറിയാം. ഇടയ്ക്ക് വലിയ കൊടുങ്കാറ്റടിച്ചു. അതിനുശേഷം ആ കപ്പൽ മുങ്ങാറായപ്പോൾ ഈ കപ്പലിൻ്റെ അടിത്തട്ടിൽ കിടന്നുറങ്ങുകയായിരുന്ന ഈ യോനയെ ഇവർ കണ്ടു. അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ കാരണക്കാരൻ, ഈ കപ്പലിപ്പോൾ മുങ്ങാൻ പോകുന്നതിൻ്റെ കാരണക്കാരൻ ഈ യോനയാണെന്ന് മനസ്സിലാക്കി ഈ യോനയെ എടുത്ത് വെള്ളത്തിലിട്ടു. അങ്ങനെ 3 ദിവസം ഈ യോനയെ ഒരു മത്സ്യം വിഴുങ്ങി. 3-ാം ദിവസം ഇത് നിനവയിൽ കൊണ്ട് യോനയെ ഡെലിവറി ചെയ്തു എന്ന് കഥ നമുക്കറിയാം. അപ്പോൾ പണ്ടൊരിക്കലും സൺഡേ സ്കൂൾ സ്റ്റോറി പറയുന്ന പാസ്റ്റർ പറഞ്ഞിരിക്കുന്നത്, പിന്നെ കർത്താവ് ഉപമകളിൽ കൂടെ പറഞ്ഞതുകൊണ്ട് ഞാനങ്ങ് പറയുന്നുള്ളതേ ഉള്ളൂ. ഒരു സൺഡേ സ്കൂൾ ക്ലാസ്സിൽ ഒരു കുട്ടി ടീച്ചറോട് ചോദിച്ചു, ടീച്ചർ, ഞാൻ അവസാനത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ ഈ
യോന അങ്കിളിനോട് ചോദിക്കും, യോന അങ്കിൾ ഈ മത്സ്യത്തിൻ്റെ അകത്ത് 3 ദിവസം എങ്ങനെയാണ് ആ അനുഭവം എന്തായിരുന്നു എന്നൊന്ന് വിശദീകരിക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ ടീച്ചർ ചോദിച്ചു, അതിന് യോന അവിടെ സ്വർഗത്തിൽ എത്തുമോ എന്ന് നീ എങ്ങനെ അറിയുന്നത്? അപ്പോൾ യോൻ പറഞ്ഞു, അത് കുഴപ്പമില്ല, നരകത്തിലാണ്, ടീച്ചർ ചോദിച്ചിട്ട് എന്നോട് പറഞ്ഞാൽ മതി എന്ന്. അപ്പോൾ പറഞ്ഞത്, അപ്പോൾ യോനയുടെ മത്സ്യത്തിൻ്റെ അകത്തെ ആ ശുശ്രൂഷ എന്തായിരുന്നു നമുക്ക് ക്ലിയർ അല്ല. എനിവേ 3-ാം ദിവസം ഈ യോനെ ആഗ്രഹിക്കാത്ത ഈ സ്ഥലത്ത്, യഹൂദന്മാർക്ക് എതിരായിട്ട് നിൽക്കുന്ന ഈ സ്ഥലത്ത് കൊണ്ട് യോനയെ ദൈവമാക്കി. അപ്പോൾ വേറെ നിവൃത്തിയില്ല. ദൈവം പറയുന്നത് യോനയ്ക്ക് കേൾക്കാതിരിക്കാൻ യോന ഒരു ശ്രമം നടത്തി നോക്കിയതാണ്. പക്ഷേ യോന അവിടെ നിന്ന് പ്രസംഗിച്ചു. ഈ നിനവെ മുഴുവൻ ഈ യോനയുടെ പ്രസംഗം അന്നൊന്നല്ല, അതുവരെ കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ അവർ അതിലേക്ക് അത് ഏറ്റെടുത്തു. അവർ മുഴുവൻ ഉപവസിച്ചു. രാജാവ് എല്ലാവരോടും ആഹ്വാനം ചെയ്തു. അങ്ങനെ വളരെ അധികം മാനസാന്തരപ്പെട്ട് അവർ മുഴുവൻ മടങ്ങി വന്നു. ഇങ്ങനെ നിനവെ ദൈവം രക്ഷിക്കുമെന്ന ആ ഘട്ടത്തിലേക്ക് എത്തി. യോനയ്ക്കിത് അത്ര രസിച്ചില്ല. യോന അപ്പോഴാണ് നമ്മൾ വായിച്ച് കേട്ട അത്. യോന പോയി ഒരു സ്ഥലത്തിരുന്നു. അപ്പോഴാണ് യോനയ്ക്ക് തണലേകുവാനൊരു ആവണക്ക് ഉണ്ടായി. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് നശിച്ചു പോയി കഴിഞ്ഞപ്പോൾ യോനയ്ക്ക് വലിയ വിഷമം വന്നു. അപ്പോഴാണ് യോന ചോദിച്ച ആ ചോദ്യം യഹോവ പറഞ്ഞ മറുപടിയാണ് നമ്മൾ വായിച്ച് കേട്ടത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ യോനയുടെ ഈ പഠനത്തിൽ, അല്ലെ ഈ സ്റ്റോറിയിൽ നിന്ന് നാം നമ്മുടെ ജീവിതത്തിൽ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഒന്നാമത്തെ കാര്യം, ദൈവത്തിൻ്റെ ഗ്രേസ് സർവ മനുഷ്യർക്കുമുള്ളതാണ്. ദൈവത്തിൻ്റെ മേഴ്സി യഹൂദന് മാത്രമല്ല സർവ്വജനത്തിനും. ഒരാൾ മാനസാന്തരപ്പെടുവാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവൻ ഏത് ജാതിയാണ്. ഇപ്പോൾ ഇന്ത്യയും നമുക്കറിയാം, നമ്മുടെ എതിർ രാജ്യങ്ങൾ, ശത്രുപക്ഷത്ത് നിന്ന് യുദ്ധം ചെയ്യുന്ന രാജ്യങ്ങൾ, ഞാൻ പറയും യഹൂദനെ പോലല്ല, ദൈവം അവർക്കും ദൈവമാണ്. ദൈവം സർവ്വലോകർക്കും സർവ്വലോകരുടെയും പാപങ്ങൾക്ക് പരിഹാരമാകുവാൻ വേണ്ടിയാണ് ദൈവം കാൽവറി ക്രൂശിൽ യാഗമായത്. അതിൻ്റെ ബെനിഫിറ്റ് എല്ലാ സർവ്വലോകത്തിനും അനുഭവിക്കാവുന്നതാണ്. ഒരാൾ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് കർത്തനിലേക്ക് വന്നാൽ അവനെ സ്വീകരിക്കുവാനായിട്ട് ദൈവം തയ്യാറാണ്. അപ്പോൾ ദൈവം സർവ്വ ലോകത്തിനും മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നു കഴിഞ്ഞാൽ ദൈവം സർവ്വജനത്തിനും ദൈവമാണ്. അവരോടെല്ലാവരോടും കരുണ കാണിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത് എന്ന് നാം അറിയണം. രണ്ടാമത് വളരെ പ്രധാനപ്പെട്ടതായ ഒരു കാര്യമാണ് ഒബീഡിയൻസ്. ഒബീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഒബീഡിയൻസ് അല്ല, അൺകണ്ടീഷണൽ ഒബീഡിയൻസ്. ഒരു വ്യവസ്ഥകളുമില്ലാത്ത അനുസരണം നമ്മുടെ ജീവിതം. ബൈബിൾ പറയുന്നതാണ്, അനുസരണം ബലിയേക്കാൾ നല്ലതാണ്. നാം കർത്താവിന് വേണ്ടി എന്തെങ്കിലും അല്ലെങ്കിൽ സാക്രിഫൈസ് ചെയ്ത് എന്തെങ്കിലും കാര്യങ്ങൾ നാം ചെയ്യുന്നു എന്നുള്ളതിനേക്കാൾ അപ്പുറമാണ് ദൈവം പറയുന്നത് ചെയ്യുക എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിൽ ദൈവം ആവശ്യപ്പെടുന്നതാണ് നമുക്ക് ചെയ്യേണ്ടത്. നാം ഒരുപാട് കാര്യങ്ങൾ ഇത് ദൈവത്തിന് ആവശ്യമുള്ളതായിരിക്കുമെന്ന് കരുതി പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്, ഇന്ന് കംഫോർട്ട് സോൺ പൊസിഷനിൽ നിന്ന് അമേരിക്കയ്ക്ക് പോകുവാൻ ചിലപ്പം ദൈവം പറയും, അതേ ദൈവം പറയും ആഫ്രിക്കയിലെ ഗാനയ്ക്കും പോകാനായിട്ട്. അപ്പോൾ ഇവിടെയും പോകുവാൻ നമ്മൾ തയ്യാറാകണം. അപ്പോൾ ഏത് അവസ്ഥയിലും ദൈവം ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം, അനുസരണയുള്ളവരുടെ അല്ലെ അനുസരിക്കുവാൻ തയ്യാറാകുന്ന ഒരു വ്യക്തിയോട് മാത്രമേ ദൈവം ഇടപെടുകയുള്ളൂ. ചിലപ്പോൾ ദൈവം എന്നോട് സംസാരിക്കുന്നില്ലല്ലോ, ദൈവം എന്നോട് ഇടപെടുന്നില്ലല്ലോ. ഞാൻ പറയാം, അനുസരിക്കുവാൻ ദൈവം പറയുന്നത് അൺകണ്ടീഷണലായിട്ട് ഒരു വ്യവസ്ഥകളുമില്ലാതെ അനുസരിക്കുവാൻ നീ തയ്യാറാണെങ്കിൽ ദൈവം നിന്നോട് സംസാരിക്കും. അബ്രഹാമിൻ്റെ അനുസരണം നാം കണ്ടിട്ടുള്ളതാണ്. അബ്രഹാമിന് എന്തെല്ലാം കണ്ടീഷൻസ് വേണമെങ്കിൽ ആ അനുസരിക്കുന്നതിന് മുമ്പ് വെക്കാമായിരുന്നു. അബ്രഹാമിനോട് പറഞ്ഞു, നീ നിൻ്റെ ഏകജാതനായ മകനായ ഇസഹാക്കിനെ, കാരണം ആ ഇസഹാക്ക് എന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ അബ്രഹാം ഇസ്മായേൽ എന്ന തൻ്റെ ആദ്യത്തെ ആ മകനെ കൊണ്ട് യാഗം കഴിക്കുമായിരുന്നു. അപ്പോൾ ദൈവം സ്പെസിഫിക്കായിട്ട് പറഞ്ഞു. പക്ഷെങ്കിൽ ദൈവത്തിന് അബ്രഹാമിന് ദൈവത്തോട് ചോദിക്കാമായിരുന്നു, എന്തെല്ലാം കണ്ടീഷൻസ് വേണമെങ്കിൽ വെക്കാമായിരുന്നു. ഈ തലമുറകൾക്ക് പിതാവായിട്ട് അബ്രഹാം മാറും എന്ന് കൊടുത്ത വാഗ്ദാനം,
ഈ ഇസഹാക്കിനെ ബലി കഴിക്കുന്നതോടുകൂടി ആ വാഗ്ദാനമൊക്കെ എങ്ങനെ നിറവേറ്റും? അപ്പോൾ നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ ആ ദൈവത്തോട് വേണമെങ്കിൽ ചോദിച്ചണം, ദൈവമേ എങ്ങനെയാണപ്പോൾ മോഡസ് ഓഫ് ഓപ്പറാൻഡി, ഞാൻ അവിടെ ചെന്ന് കത്തിയെടുത്ത് കിടത്തി വെട്ടാൻ അങ്ങോട്ട് ചെയ്യുമ്പോൾ നീ വിളിക്കും, മറന്നു പോകത്തില്ലല്ലോ, വിളിച്ചില്ലെങ്കിൽ എൻ്റെ കഥ കഴിഞ്ഞു എന്നൊക്കെ നമുക്കൊരുപാട്. പക്ഷേ അബ്രഹാം ബ്ലൈൻഡായിട്ട് സാറയോട് പോലും പറയാതെ, ഒരു ആളുകൂടും പറയാതെ ദൈവം പറഞ്ഞത് അതുപോലെ അനുസരിച്ചു. ദൈവം പറഞ്ഞത് അതുപോലെ ദൈവത്തിന് അബ്രഹാം ആ യാഗം കഴിച്ചു എന്നാണ് ബൈബിൾ പറയുന്നത്. കാര്യം ഞാൻ പറഞ്ഞ ദൈവത്തിൻ്റെ അബ്രഹാമിൻ്റെ വിശ്വാസം കണ്ട് ദൈവം പോലും ഭയപ്പെട്ടെന്ന് നമുക്ക് തോന്നിപ്പോകും. കാരണം യാഗം കഴിക്കുവാൻ അബ്രഹാമേ എന്ന് ഒരു പ്രാവശ്യം വിളിച്ച ദൈവം യാഗം നിർത്തുവാൻ അബ്രഹാമേ അബ്രഹാമേ എന്ന് 2 പ്രാവശ്യം വിളിക്കേണ്ടി വന്നു. കാരണം ഇവൻ വെട്ടിക്കളയും, ഇവൻ കൊന്നുകളയുമെന്ന് ദൈവം പോലും ഭയപ്പെട്ടുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെങ്കിൽ അതായിരുന്നു അബ്രഹാമിൻ്റെ വിശ്വാസം, അബ്രഹാമിൻ്റെ അനുസരണ. ആ വിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ വിശ്വസിക്കുന്ന ഒരാളെ മാത്രമേ നാം അനുസരിക്കത്തുള്ളൂ. വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ഡിപ്പെൻഡൻസി, നമ്മുടെ ആശ്രയമാണ്. അപ്പോൾ ദൈവം, നമ്മൾ വിശ്വസിക്കുന്നത് ദൈവത്തിന് ഗോഡ് ക്യാൻ ഡു എനിത്തിങ്, എന്തും ദൈവത്തിന് സത്യമാണ്. ദൈവത്തിന് എന്തും ചെയ്യുവാൻ കഴിയും. പക്ഷേ ദൈവം എന്തും ചെയ്തോട്ടെ എന്നുള്ളതാണ് യഥാർത്ഥ വിശ്വാസം. നിന്നോട് എന്തും ദൈവം ചെയ്തോട്ടെ. ദൈവം നിന്നോട് ഒരു കാര്യം, നിനക്ക് സുഖകരമല്ലാത്ത ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തിന് നിന്നോട് ആവശ്യപ്പെട്ടെങ്കിൽ അതിൻ്റെ സോഴ്സും അത് നടപ്പാക്കുവാനായിട്ടുള്ള കാര്യങ്ങളും ദൈവം ക്രമീകരിച്ചിരിക്കും. അപ്പോൾ ഈ അനുസരണം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നോഹയുടെ ചരിത്രം നമുക്കറിയാം. നോഹയോട് ഇതുപോലെ തന്നെയാണ് ദൈവം ആവശ്യപ്പെട്ടത്. കാരണം ഭൂമിയിലെങ്ങും മഴ കിട്ടിയിട്ടില്ല, എന്താണ് വെള്ളപ്പൊക്കം എന്നറിയത്തില്ല. നമുക്കതൊക്കെ ഇപ്പം നല്ല പരിചയമാണ്. പക്ഷേ നോഹയുടെ കാലഘട്ടത്തിൽ നോഹയ്ക്ക് അറിയത്തില്ല എന്താണ് വെള്ളം പൊങ്ങുന്നതെന്ന് അറിയത്തില്ല. പക്ഷേ നോഹയോട് ദൈവം പറഞ്ഞു, വലിയ വെള്ളപ്പൊക്കം വരുവാൻ പോവുകയാണ്, നീ ഒരു പെട്ടകമുണ്ടാക്കണം. നീയും നോഹയും വിശുദ്ധനായി ആ ദൈവത്തിൻ്റെ കൃപ ലഭിച്ച നോഹയോട് ദൈവം പറഞ്ഞു, നിന്നെയും കുടുംബത്തെയും രക്ഷിക്കുവാൻ ഞാനൊരു പെട്ടകം തയ്യാറാക്കിയിരുന്നു. അപ്പോൾ ഏത് പ്രതിസന്ധി കാര്യത്തിലേക്കാണ് ദൈവം നമ്മെ ഇറക്കി വിടുന്നെങ്കിലും ആ പ്രതിസന്ധിയിൽ നിന്ന് നമ്മളെ കരകയറ്റുവാനുള്ള മാർഗവും ദൈവം നമുക്ക് മുമ്പിൽ ഒരുക്കും. ഇന്ന് ആ രക്ഷാകരമായ പെട്ടകത്തിൻ്റെ പേരാണ് യേശുസ്, ദ നെയിം അബവ് ഓൾ നെയിംസ്. എല്ലാ നാമത്തിലും മേലായ നാമമായ യേശു എന്ന നാമമാണ് ഇന്ന് നമ്മുടെ രക്ഷാകരമായ പെട്ടകം. ഈ പെട്ടകത്തിൽ കയറുവാൻ ഉള്ള അവസരമാണ് ഇപ്പം നമുക്കുള്ളത്. പക്ഷേ ജീവിതത്തിൽ അനേക ആളുകൾ ഇന്നും നമ്മൾ ഈ സോണിലിരിക്കുമ്പോൾ ഈ ലോകത്ത് അനേകർ ഇന്നും ഇതറിയാതെ കിടക്കുകയാണ്. അപ്പോൾ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന വലിയൊരു കാര്യമാണ് ഇവരെ മുഴുവൻ സുവിശേഷം അറിയിക്കുക എന്നുള്ളത്. വലിയൊരു അനുസരണം. ആ ദൈവം പറഞ്ഞ കൽപ്പനകൾ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന അനുസരിക്കും എന്നാണ് ബൈബിൾ പറയുന്നത്. അപ്പോൾ കർത്താവിൻ്റെ കൽപ്പനയെ അനുസരിക്കുക എന്നുള്ള വലിയ കാര്യം. മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ടതായ കാര്യം, ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ആ റെസ്പോൺസിബിലിറ്റീസ്, ഉത്തരവാദിത്തങ്ങൾ. കാരണം ഈ ലോകം മുഴുവൻ ഇന്ന് വളരെയധികം ദുഷ്ടത നിറഞ്ഞ ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. അതിൻ്റെ നടുവിൽ ഒരു യേശുവിൻ്റെ ഒരു വിളക്കായി യേശുവിനെയും വഹിക്കുന്ന ഇന്ന് യേശു ആത്മാവാണ്. ഈ ആത്മാവായ യേശുവിനെയും കൊണ്ട് വഹിക്കുന്ന ഒരു ഷൂവായി മാറുവാൻ നമുക്ക് സാധിക്കുമോ? യേശുവിൽ നിന്ന് പല ആളുകളുടെയും അനേക ആളുകളുടെ അടുത്ത് യേശുവിൽ നിന്ന് പോകേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ യേശുവിൻ്റെ ഷൂ ആയിട്ട് മാറുവാൻ തയ്യാറാണോ? യേശുവിനെയും കൊണ്ട് അവരുടെ അടുത്ത് അവർക്ക് യേശുവിനെ പകരുവാൻ, അവർക്ക് യേശുവിനെ കൊടുക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുന്നുണ്ടോ? ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന വലിയ ഒരു ഉത്തരവാദിത്വമാണ് ഇത്. ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ നമുക്ക് സാധിക്കുകയില്ല. കർത്താവിൻ്റെ ആ രണ്ടാമത്തെ വരവ് വരെ മാത്രമേ ഇത് നിലനിൽക്കുകയുള്ളൂ. അതിനുശേഷം നമുക്കറിയാം, പിന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. സ്വർഗത്തിൽ ചെന്നിട്ട് ഇതൊക്കെ ചെയ്യാമെന്ന് വെച്ചാൽ യാതൊന്നും നടക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട്
ദൈവം ഇന്ന് അനേകരെ എങ്ങും പോകണ്ട. നമ്മുടെ ഈ പാസ്റ്റർ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥ തന്നെ ഇതാണ്. ഇന്ന് ഈ ലോകം മുഴുവൻ ഈ സുവിശേഷം എത്തുവാനുള്ള അനേകം മാർഗങ്ങൾ ടെക്നോളജിക്കലി തന്നെ ഇന്ന് അവൈലബിളാണ്. ഏത് മാർഗത്തിലൂടെ ആയാലും പൗലോസ് നമ്മെ ഓർമ്മിപ്പിച്ചിരിക്കുന്നതാണ്, ഈ നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ എന്നിൽ വലിയൊരു ഉത്തരവാദിത്വം കർത്താവ് ഏൽപ്പിച്ചിരിക്കുകയാണ്. ഈ കർത്താവിൻ്റെ സുവിശേഷം നമ്മുടെ ഈ AC ഇരിക്കുന്ന ഈ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തിറങ്ങി ഇന്നല്ല നാളെയാണ് കർത്താവിന് വേണ്ടി തുടങ്ങുന്നത്. ഇന്ന് നമ്മൾ ഫെലോഷിപ്പ് ഒരാഴ്ച ചെയ്തതിൻ്റെ റിവ്യൂ യഥാർത്ഥത്തിൽ നടക്കുന്നത്, അല്ലേ? എക്കുപ്പി നമ്മൾ പരിശീലിക്കുകയാണ് അടുത്ത ഒരാഴ്ചത്തേക്ക് കർത്താവിന് വേണ്ടി ഓടുവാനുള്ള കാര്യങ്ങളെപ്പറ്റി. ഈ അടുത്ത ആഴ്ച മുഴുവൻ കർത്താവിന് വേണ്ടി നമ്മുടെ ക്ലസ്റ്റർ മീറ്റിങ്ങിലൊക്കെ ഇപ്പം അതാണ്, പുതിയ ഒരു കുടുംബത്തെ നാം അതിലേക്ക് കൊണ്ടുവരികയും അവരുടെ ആ ആവശ്യങ്ങൾ നമ്മൾ കേൾക്കുകയും അവരുടെ കാര്യത്തിൽ പുതിയ ആളുകൾക്ക് ഈ യേശുവിനെ പരിചയപ്പെടുത്തുകയും യേശു എന്ന ആ ഒരു രക്ഷയല്ലാതെ ലോകത്ത് മനുഷ്യന് രക്ഷപ്പെടുവാൻ മറ്റു മാർഗമില്ല എന്നുള്ള ആ തിരിച്ചറിവ് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. കാരണം എല്ലാവരും ചിലപ്പോൾ നമ്മൾ പറയുന്നത് ഏറ്റെടുക്കണമെന്നില്ല, പക്ഷെ ഒരാൾ ഏറ്റെടുത്താൽ മതി. നമ്മളൊരു സബ്സ്റ്റേഷൻ പോലെയാണ്, ഈ KSC ബോർഡിൻ്റെ സബ്സ്റ്റേഷൻ പോലെയാണ്. ഇതിൻ്റെ സോഴ്സ് ദൈവമാണ്. ഇടുക്കി ഡാമായിരുന്നു സോഴ്സ്. ഞാനൊരു സബ്സ്റ്റേഷനായിട്ട് നിൽക്കുന്നു, പക്ഷേ എന്നിൽ നിന്നാണ് ഓരോ ഭവനങ്ങളിലേക്കും വൈദ്യുതി എത്തുന്നത്. അപ്പോൾ ഈ സബ്സ്റ്റേഷൻ അവിടെ വൈദ്യുതി എത്തിക്കുക, അവിടെ സ്വിച്ചിട്ട് ലൈറ്റ് ഓണാക്കണോ വേണ്ട എന്ന് അവർ തീരുമാനിച്ചോട്ട്, പക്ഷെ അവിടെ ആ ലൈവാക്കി അത് ആക്ടിവേറ്റ് ചെയ്ത് അവിടേക്ക് എത്തിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ദൈവം അതാണ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. എൻ്റെ വാക്കുകളെ ഇവിടെ നിർത്തുമ്പോൾ ഒരു സ്റ്റോറിയുടെ പാസ്റ്ററുടെ അനുവാദത്തോടു കൂടി ഒരു സ്റ്റോറിയോട് പറഞ്ഞ് എൻ്റെ വാക്കുകളെ ഇവിടെ നിർത്താം. ഇത് സ്റ്റോറിയല്ല, നടന്ന ഒരു കാര്യമാണ്. സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഹിസ്റ്റോറിക്കലായിട്ട് ആരുകൾ ഫാബ്രിക്കേറ്റ് ചെയ്യുന്നതാണ്, അല്ല, ഇത് നടന്ന ഒരു സ്റ്റോറിയാണ്. ഈ കോട്ടയം ഭാഗത്തു നിന്ന് മലബാറിലേക്ക് കുടിയേറിപ്പോയ ഒരു പാസ്റ്ററും ഒരു ഫാമിലിയും, ഒരു പാസ്റ്ററും വൈഫും ഒരു മകനുമുണ്ട്. ഇവർ ഏതാണ്ട് ഈ കണ്ണൂർ അപ്പുറത്ത് അല്ലെ കാസർഗോഡ് ഡിസ്ട്രിക്റ്റിലെ ചെറുപുഴ അല്ലെ തിരുമേനി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് സുവിശേഷ പ്രവർത്തനം ചെയ്യുകയാണ്. അപ്പോൾ ഇവരിങ്ങനെ ചെയ്യുമ്പോൾ ഇവരെല്ലാ ദിവസവും ഈ പാസ്റ്ററും വൈഫും മകന് അവധിയുള്ളപ്പോൾ അവനും ഒരുമിച്ച് ഇങ്ങനെ എല്ലാ വീടുകളിലും ട്രാക്റ്റ് കൊണ്ട് കൊടുക്കുമായിരുന്നു. അപ്പോൾ ഇവരിങ്ങനെ എല്ലാ ദിവസവും പോയി വരും. അങ്ങനെ ചെറിയൊരു കൂട്ടായ്മ അവർ തുടങ്ങി. അപ്പോൾ ഒരു ദിവസം വലിയൊരു മഴ ദിവസമാണ്, ഇപ്പോഴത്തെ കാലാവസ്ഥ പോലെ വെളിയിലിറങ്ങാൻ നിവൃത്തിയില്ല. ഒരു സൺഡേ ഉച്ച കഴിഞ്ഞ് സർവീസ് കഴിഞ്ഞപ്പോൾ പാസ്റ്റർ പറഞ്ഞു, മോനെ ഇന്ന് നമുക്ക് പോകണ്ടെന്ന് വെക്കാം, ഇന്ന് മഴയൊക്കെയല്ലേ, അതുകൊണ്ട് ഇന്ന് നമുക്ക് പോകണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മകൻ പറഞ്ഞു, അവന് ഇത് കണ്ട് തൻ്റെ കൊച്ചുനാൾ മുതൽ ഈ അപ്പൻ്റെ ഈ സുവിശേഷ പ്രവർത്തനം കണ്ട് വളർന്ന ഒരു വ്യക്തിയാണ്. അവന് വലിയ കാര്യങ്ങളൊന്നും പറയുവാനൊന്നും അറിയത്തില്ല. അപ്പോൾ അവൻ ഈ പാസ്റ്ററോട് പറഞ്ഞു, പപ്പ ഇന്ന് പപ്പയും മമ്മിയും റെസ്റ്റ് എടുത്തു, ഇന്ന് ഞാൻ പോകാം. കാരണം അപ്പം നീ എങ്ങനെ പോകും, വലിയ മഴയാണ്. അപ്പം പറഞ്ഞു, കുഴപ്പമില്ല, എൻ്റെ റെയിൻ കോട്ടുണ്ട്, റെയിൻ കോട്ടിട്ട് ഒരു സൈക്കിളിൽ അവൻ ഈ ട്രാക്ടറൊക്കെ മടക്കി വെച്ച് ഈ സൈക്കിളിൻ്റെ ബാക്കി വെച്ച് ഇവൻ പോയി. ആ ഉച്ച കഴിഞ്ഞ സമയത്ത് അവൻ 6 മണിയോ നേരത്തോളം പല വീടുകളിലും ഇങ്ങനെ പോകും. അവന് വീടുകളിൽ കയറി ഇറങ്ങി അവർ ചോദിക്കുന്ന ചോദ്യത്തിനൊന്നും മറുപടി പറയാൻ അറിയില്ല. അതുകൊണ്ട് അവൻ ചെയ്തൊരു കാര്യം, അവൻ ഓരോ വീട്ടിൽ ചെല്ലുമ്പോൾ അവന് ആ കോളിംഗ് ബെല്ലിൽ 2 പ്രാവശ്യം അടിക്കും. എന്നിട്ട് ഈ ഒരു ട്രാക്റ്റ് ആ വാതിലിൻ്റെ അടിയിൽ കൂടെ അകത്തോട്ട് എറിഞ്ഞ് വെച്ച് പെട്ടെന്ന് അവനങ്ങ് മടങ്ങിപ്പോകും. കാരണം അവർ തുറന്ന് ചോദിച്ചാൽ അവനൊന്നും മറുപടി പറയാൻ അറിയത്തില്ല. ഇങ്ങനെ ഇവൻ പല സ്ഥലങ്ങളിൽ പോയി അവർ തിരിച്ച് വീട്ടിൽ വന്നു. ഈ പാസ്റ്റർ ഇവനെ കെട്ടിപ്പിടിച്ചു. അവൻ ചെയ്ത ആ കാര്യത്തെ ഓർത്തവനെ വേണ്ടി അപ്രീഷിയേറ്റ് ചെയ്തു. പിറ്റേ സൺഡേ ചർച്ചിൽ ഒരു പുതിയ കുടുംബം ഒരു മിഡ് ഏജഡ് ഒരു ലേഡി വന്നു. അപ്പോൾ ഈ ചർച്ച് കഴിഞ്ഞതിന് ശേഷം അവർ പറഞ്ഞു, ആർക്കെങ്കിലും എന്തെങ്കിലും സാക്ഷ്യം പറയാനുണ്ടെങ്കിൽ പറയാമെന്ന് പറഞ്ഞപ്പോൾ ഈ ലേഡി വന്ന് ഒരു സാക്ഷ്യം പറഞ്ഞു. ഞാൻ ഇന്നടത്ത് താമസിക്കുന്ന വ്യക്തിയാണ്, എനിക്ക് 2 മക്കളാണുള്ളത്, അവർ 2 പേരും വിദേശത്താണ്, അവരെന്നെ ഒന്ന് നോക്കത്ത് പോലുമില്ല, എന്നെ ഒന്ന് ഫോൺ പോലും ചെയ്യത്തില്ല. അപ്പം ഞാനങ്ങനെ വലിയ നിരാശയുടെ അവസ്ഥയിൽ ആയിരിക്കുകയാണ്. അവർക്ക് എന്നെ വേണ്ട. ആക്ച്വലി അവർക്ക്
എത്രയും വേഗം ഞാനൊന്ന് മരിച്ചതിന് ശേഷം എൻ്റെ ഈ സ്വത്തുക്കൾ എടുക്കണം എന്നുള്ള ഒറ്റ താല്പര്യമേ ഉള്ളൂ. ഒരു ദിവസം ഞാൻ അങ്ങോട്ട് ഫോൺ ചെയ്താൽ പോലും അവർ പെട്ടെന്ന് കട്ട് ചെയ്ത് കളയും. അപ്പം അങ്ങനെ ഈ ലേഡി ഭയങ്കരമായിട്ട് നിരാശയിൽ ആയി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ തീരുമാനിച്ചു, എന്നെ ഈ ലോകത്ത് ആർക്കും വേണ്ട, എൻ്റെ മക്കൾക്കും വേണ്ട, ബന്ധുക്കൾക്കും വേണ്ട, ആർക്കും വേണ്ട, പിന്നെ എന്തിനാണ് ഞാൻ ഇനി ജീവിക്കുന്നത്? അതുകൊണ്ട് അവർ തീരുമാനിച്ചു ഞാൻ സൂയിസൈഡ് ചെയ്ത് കളയാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഒരു ഞായറാഴ്ച ദിവസം, വലിയ ഈ മഴ ദിവസം, അവർ ഈ മഴ കാരണം ഇന്ന് നല്ല സൗകര്യമല്ലേ, ആരും അറിയത്തില്ലല്ലോ, അതുകൊണ്ട് ഇന്ന് സൂയിസൈഡ് ചെയ്യാമെന്ന് കരുതി ഈ വീടിൻ്റെ അപ്സ്റ്റെയറിൽ പോയി സൂയിസൈഡ് ചെയ്യാനുള്ള, ഞാൻ സൂയിസൈഡിൻ്റെ ട്രെയിനിങ് തരികയല്ല കേട്ടോ, ഇത് ചെയ്ത് സൂയിസൈഡ് ചെയ്യാനായിട്ട് ഇങ്ങനെ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് താഴെ കോളിംഗ് ബെല്ലിൽ 2 ബെല്ല് കേട്ടു. അപ്പം ബെല്ല് കേട്ടു. ഇവരപ്പോൾ എന്താണെന്നറിയത്തില്ലല്ലോ. അപ്പം ബെല്ല് കേട്ട് ഇനി എൻ്റെ മകൻ വല്ലതും സർപ്രൈസായിട്ട് വല്ലോ മാനസാന്തരം വന്ന് വരികയാണോ എന്നൊക്കെ വളരെ പോസിറ്റീവായിട്ട് പ്രതീക്ഷിച്ച് എന്തായാലും ഒന്ന് നോക്കിയേച്ച്, ആരാണെന്ന് നോക്കിയേച്ച് വന്ന് ആത്മഹത്യ ചെയ്യാം എന്ന് കരുതി അവർ താഴെ വന്നു. അവിടെ അത് സ്റ്റോപ്പ് ചെയ്തിട്ട് താഴെ വന്നു. നോക്കിക്കഴിഞ്ഞപ്പം ജനലിൽ കൂടെ നോക്കിയപ്പോൾ പുറത്ത് ആരെയും കാണാനില്ല. ഒരു പയ്യൻ സൈക്കിളിൽ ഇങ്ങനെ പോകുന്ന കണ്ടു. പ്രിയമുള്ളവരെ, അവർ തിരിഞ്ഞു നോക്കിയപ്പോൾ അകത്തൊരു ട്രാക്റ്റ് കിടക്കും, ഒരു ചെറിയ ബുക്ക്ലെറ്റ് കിടക്കുകയാണ്. അപ്പോൾ ഇത് വായിച്ചു. അതിനകത്ത് ഒരു കാര്യമാണ് എഴുതിയിരിക്കുന്നത്, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരുവൻ ഇന്നും ജീവിക്കുന്നു. നിങ്ങളെ സ്നേഹിക്കുന്ന ആരും ലോകത്ത് നിങ്ങൾക്കില്ലാതായിരിക്കാം, പക്ഷെ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരുവൻ ഇന്നും ജീവിക്കുന്നു. ഈ വാചകം കണ്ട് അവർ പേടിച്ചു. എന്നെ സ്നേഹിക്കുവാൻ ഒരാൾ ഇന്നും ജീവിക്കുന്നുണ്ടോ? അതാരാണ്? ഇവരത് മുഴുവൻ വായിച്ചപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് ഈ ചർച്ചിൻ്റെ അഡ്രസ്സാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അവർ തീരുമാനിച്ചൊരു കാര്യം ചെയ്യാം, ഏതായാലും അങ്ങനെ എന്നെ സ്നേഹിക്കുവാൻ ഒരാളുണ്ടോ എന്ന് ഞാനൊന്ന് നോക്കിയേച്ച് ഈ അടുത്ത ഞായറാഴ്ച ഈ ചർച്ചിലൊന്ന് പോയതിന് ശേഷം അടുത്ത ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് വന്ന് ആത്മഹത്യ ചെയ്യുക എന്ന് തീരുമാനിച്ചു. അങ്ങനെ അവർ അങ്ങനെ ഒരാഴ്ച വെയിറ്റ് ചെയ്തു. അടുത്ത ആഴ്ച അങ്ങനെ ചർച്ചിൽ വന്ന് ഇവർ സാക്ഷ്യം പറഞ്ഞ പറച്ചിലാണ്. അപ്പോൾ ഈ സാക്ഷ്യം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഈ മകൻ അന്ന് പോയി കൊടുത്ത ഒരു ട്രാക്റ്റിൻ്റെ ഒറ്റ ബലത്തിലാണ് അന്ന് ആ ലേഡി അന്നത്തെ സർവീസോടുകൂടി ഇന്ന് ഇത്ര വയസ്സൊക്കെ ആയിക്കാണെന്ന് എനിക്കറിയില്ല, ഇന്നും ആ ലേഡി ആ പ്രദേശങ്ങളിൽ ആത്മാർത്ഥമായി ആ ചർച്ചിനോട് ചേർന്ന് നിന്ന് സുവിശേഷം പ്രവർത്തനം നടത്തുന്നു. അനേകർക്ക് അവരൊരു സാക്ഷിയായിട്ടൊന്ന് ജീവിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ ഈ പാസ്റ്റർ ഓടി വന്ന് ഈ മകനെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു, അപ്പോൾ നീ ഒന്നാലോചിക്കണം, ശരിയാ മകനെ, മഴയത്തും ആത്മാക്കൾ നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, നാം ഇത് കാണാതെ പോകരുത്. ഞാനിത് പറഞ്ഞത് പ്രിയമുള്ളവരെ, ഇങ്ങനെ ഇന്ന് പുറത്ത് വലിയ മഴ നടക്കുമ്പോഴും നമ്മൾ കംഫർട്ട് സോണിൽ ഇരിക്കുമ്പോഴും ഇന്ന് ജനം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഓരോരുത്തർക്കും ദൈവം തന്ന വലിയ ഉത്തരവാദിത്വമാണ് ഇവരെയൊക്കെ ഈ ദൈവത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. കോട്ടയത്ത് 2 കുടുംബം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആത്മഹത്യ ചെയ്ത് നാം കണ്ടു. ഒരാൾ ഒരു അമ്മയും 2 മക്കളും ട്രെയിനിന് മുന്നിൽ ചാടിയും, വേറൊരു ലേഡിയും അതുപോലെ അവരുടെ ഒരു മകളും മീനച്ചിൽ ആറ്റിൽ ചാടി. ഒരു അഡ്വക്കേറ്റ്, ഹൈക്കോടതിയിലെ ഒരു വക്കീലാണ്, എനിക്കവരെ അറിയാവുന്നതാണ്. അപ്പോൾ അവരൊക്കെ ഞാൻ ആ സഭയുമായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ ഉള്ള ആളായതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു ആളിനോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ സമുദായം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുന്നത്? അവരെ ഒന്ന് കൈപിടിച്ച് ഉയർത്താൻ ഇതൊരു പരിഹാരമാണോ? ഒരു ക്വാളിഫൈഡാണ്, അവർക്ക് ഇതൊരു പരിഹാരമാണോ ഈ ആത്മഹത്യ? അപ്പോൾ അവരെ ഒന്ന് കൈപിടിച്ചുയർത്തുവാനായിട്ട് ഒരു മനുഷ്യരും ഇല്ല. എല്ലാ ആത്മീയ നേതാക്കളായിട്ടും ഇങ്ങനെ നിന്നിട്ട് അവരോടൊന്ന് കർത്താവിനെ പറ്റി പറയുവാനായിട്ട് അവരൊക്കെ ആ ട്രഡീഷണൽ ഇതിൽ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ്. യേശുവുമായിട്ടുള്ള യഥാർത്ഥ ഒരു ബന്ധം അവർക്കില്ലാത്തത് കൊണ്ടല്ലേ അവരെത്ര ധൈര്യമാണെന്ന് ആലോചിച്ച് നോക്കി. പലർക്കും ആത്മഹത്യ ചെയ്യാൻ താല്പര്യമുണ്ട്, പക്ഷെ പേടി കാരണം ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. ആ അവസ്ഥയിലാണ് ഇന്ന് ലോകത്ത് പലരും നിൽക്കുന്നത്. പക്ഷേ അതൊരു മാർഗമല്ല. ദൈവത്തിലെത്തുവാൻ മാർഗം യേശുവാണ് എന്നുള്ള ആ സത്യം ഇവരോട് പറയുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും ഏൽപ്പിച്ചിരിക്കുന്ന വലിയ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ നമുക്ക് ആർക്കും സാധിക്കുകയില്ല. ഇതിന് മുഴുവൻ അങ്ങനെ മാറി നിന്നാൽ ഇതിന് മുഴുവൻ നാം കണക്ക് പറയേണ്ടി വരും.
പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ യോനയിൽ കൂടെ ദൈവം നമ്മെ പഠിപ്പിച്ച പാഠം, സർവ്വജനത്തിനും സർവ്വ ആളുകൾക്കും അവർ മാനസാന്തരപ്പെട്ടാൽ ദൈവം അവനും ദൈവമാണ് എന്ന് തെളിയിച്ചു കൊടുത്തു. യഹൂദന് മാത്രമല്ല, സർവ്വജനത്തിനും ദൈവം ദൈവമാണ് എന്ന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. ദൈവത്തിൻ്റെ ആ കൽപ്പനകളെ നാം അനുസരിക്കുക എന്നുള്ള കാര്യം. മൂന്നാമത്, ദൈവത്തിൻ്റെ ഉത്തരവാദിത്വങ്ങൾ നാം ഏറ്റെടുത്ത് ഈ ലോകത്ത് യേശുവിൻ്റെ സാക്ഷിയായി ജീവിക്കുവാൻ നമ്മെ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. ഇന്നത്തെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ തുടർന്നും കേൾക്കുവാൻ ദയവായി ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിലൂടെ നമ്മുടെ രക്ഷിതാവും കർത്താവും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവുമായിട്ടുള്ള ദൃഢമായ ബന്ധത്തിൽ വളരുവാൻ അത് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.